ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് റീൽ റിയാക്ഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കുറച്ച് 2-3 മാസമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ട്രെൻഡിങ് ആയി നടക്കുന്ന റീലാണ് ഫുൾ ബോഡി അല്ലെങ്കിൽ എന്താണ് ഫുൾ വെയിറ്റ് ലിഫ്റ്റിംഗ് എന്നുള്ളത്. അതായത് മാക്സിമം ആ ഒരു മെഷീനിൽ ഇപ്പോൾ നമ്മൾ കേബിൾ പോളീസിലാണെന്നുണ്ടെങ്കിൽ അതിൽ വെയിറ്റ് എന്തോരം ഇടാണ്ട് പറ്റുമോ ആ വെയിറ്റ് ഫുൾ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു മസിൽ പാർട്സിൻ്റെ അടുത്ത് വർക്കൗട്ട് ചെയ്യാൻ, എന്നിട്ട് അത് ഇൻസ്റ്റാഗ്രാം എടുത്ത് പോസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ റീൽസ് ഇറങ്ങിയിട്ടുണ്ട് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതെടുത്തിട്ടാണ് ഇന്ന് റിയാക്ട് ചെയ്യേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളത് റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തിനാണ് ഈ വ്യായാമം ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ജിമ്മിൽ പോയിട്ട് ഇത്രയും വെയിറ്റ് ഒക്കെ എടുത്ത് ചെയ്യുന്നത്, അത് ശരീരത്തിന് ഗുണകരമാണോ, അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്താനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ഈ ഒരു ഭൂമിയിലുള്ള മറ്റുള്ള ജീവികളെ പോലെ ഒരു ജീവി തന്നെയാണ് മനുഷ്യനെന്ന ജീവി. അപ്പോൾ മറ്റുള്ള ജീവികൾക്ക് അതുങ്ങൾ ഭക്ഷണം തേടുമ്പോഴത്തേക്കും അതുങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വ്യായാമം അല്ലെങ്കിൽ അതിന് ശരീരത്തിന് ആ ഒരു എക്സസൈസ് കിട്ടുന്നുണ്ട്. അല്ലാതെ വേറൊരു ജീവിയും മനുഷ്യരല്ലാതെ വേറൊരു ജീവിയും എക്സസൈസ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു കാട്ടിൽ ജീവിക്കുന്ന ഒരു സിംഹത്തിൻ്റെ അടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു 10 മാൻ്റെ പുറകെ ഓടിക്കഴിയുമ്പോഴത്തേക്കും അതിന് ഒരു മാനെ കിട്ടുന്നത് മനസ്സിലായില്ലേ. അപ്പോൾ അത് ഭക്ഷിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2-3 ദിവസം പിന്നെ കഴിക്കത്തില്ല, വയറ് ഫുള്ളാക്കി വെക്കും. 2-3 ദിവസം കഴിക്കത്തില്ല, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത മാൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ ഒരു 10 മാൻ്റെ പുറകെ ഓടിക്കഴിയുമ്പോഴത്തേക്കായിരിക്കും സിംഹത്തിന് ഓണത്തിന് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ഓടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ജീവികൾക്കും, ഇപ്പോൾ കാട്ടിൽ ജീവിക്കുന്ന പശുക്കളാണെന്നുണ്ടെങ്കിൽ അതുങ്ങൾ ഫുൾ ടൈം നടന്ന് ആണ് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ. അങ്ങനെ എല്ലാ ഇതും ആന അല്ലെങ്കിൽ ഈ കിളികൾ, പറക്കുന്ന പക്ഷികളാണെന്നുണ്ടെങ്കിൽ അത് ധാന്യങ്ങൾ തേടി ഫുൾ ടൈം പറക്കുന്നുണ്ട്. അതിൻ്റെ ശരീരം അനങ്ങി പണിയെടുത്തിട്ടാണ് അത് ഭക്ഷണം തേടിയിട്ടാണ് കഴിക്കുന്നത്. ചിലപ്പോൾ ദിവസങ്ങളോളം അത് പട്ടിണിയും കിടക്കാറുണ്ട്. സെയിം ഇങ്ങനെ തന്നെയായിരുന്നു മനുഷ്യന്മാരും. കാരണം മനുഷ്യർ കൃഷി കണ്ടുപിടിക്കുന്നതിന് മുന്നേ മനുഷ്യർ വേട്ടയാടി ആണ് അവർ ഭക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നത്. അവർ ഹണ്ടർ ഗാദേഴ്സ് ആയിരുന്നു. അവർ കാട്ടിലൂടെ നടന്ന് ചിലപ്പോൾ ചെറിയ പഴങ്ങളൊക്കെ പറിച്ച് കഴിക്കും. അപ്പം മരത്തിലൊക്കെ വലിഞ്ഞേറി വല്ല പേരയ്ക്കയോ അല്ലെങ്കിൽ വല്ല മാങ്ങയോ പറിക്കാൻ വേണ്ടിയിട്ട് മരത്തിലൊക്കെ വലിഞ്ഞേറേണ്ടി വരും. അപ്പം അങ്ങനെ മരത്തിൽ കയറുന്ന സമയത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ശാരീരിക അധ്വാനം കിട്ടും. അതേപോലെ തന്നെ ഈ ചെറിയ ചെറിയ മൃഗങ്ങളുടെ പുറകെ വല്ല മുയലിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ കോഴിയുടെ പുറകെയൊക്കെയോ, കാരണം ഈ വെപ്പൺസും തീയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ മനുഷ്യർ വലിയ ഈ കാളനെയും പോത്തിൻ്റെയും പുറകെ ഓടിയിട്ടില്ല. ചെറിയ ചെറിയ മൃഗങ്ങളുടെ പുറകെയൊക്കെയാണ് ഇതൊന്നും ഈ മനുഷ്യർ ആ സമയത്ത് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഓടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വ്യായാമം ശരീരത്തിന് കിട്ടുന്നുണ്ട്. അതിനുശേഷം അവർ തീയൊക്കെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വെപ്പൺസൊക്കെ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും അവർക്ക് കുറച്ചും കൂടി വലിയ മൃഗങ്ങളെ വേട്ടയിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നോളജ്, അല്ലെങ്കിൽ എങ്ങനെ വേട്ടയിടാൻ പറ്റുള്ള ആ ഒരു ഇത് കിട്ടി ആ വെപ്പൺസൊക്കെ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും. അങ്ങനെ വലിയ ഈ പോത്തിനെയും കാളിനെയൊക്കെ കുറേ ആൾക്കാർ ചേർന്ന് കുറേ ദൂരം ഓടിച്ച് വേട്ടയാടി കഴിഞ്ഞിട്ട് ആ പോത്തിനെ മുറിക്കും, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കും. അത് മുറിച്ചിട്ട് അത് മുതുകത്ത് ലോഡ് ചെയ്തിട്ടാണ് അവർ അവരുടെ ഗോത്രത്തിലേക്ക് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഭക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെറിയ രീതിയിലാണ് അവർ അറിയാമല്ലോ, ചെറിയ വീടുകളൊക്കെ കയറുന്നത്, ചെറിയ മരത്തടികളൊക്കെ വെച്ചിട്ടുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെറിയ തടികളൊക്കെ പൊക്കും. അപ്പം അവരുടെ ജീവിത ശൈലിയിൽ നിന്നിട്ട് ഫുഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അവർക്ക് ജീവിതത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള അവർക്കൊരു ഷെൽട്ടർ ചെറിയ രീതിയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് വ്യായാമം ശരീരത്തിന് കിട്ടുന്നുണ്ട്. കൃഷി കണ്ടുപിടിച്ചതിന് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൃഷി സമയത്തും ഓട്ടോമാറ്റിക്കായിട്ട് വ്യായാമം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഫാക്ടറീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഈ ഫാക്ടറീസിലും അല്ലെങ്കിൽ കുറേ സയൻറ്റിഫിക് മെത്തേഡുകളിലൂടെ അധികം ദേഹാധ്വാനം ഇല്ലാതെ, അല്ലെങ്കിൽ ഈ കുറേ ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അധികം മനുഷ്യൻ്റെ ശരീരാധ്വാനം ഇല്ലാതെ ഈ യന്ത്രങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ മെഷീൻസിനെ വെച്ചിട്ട് കൃഷിയിലൂടെ ഫുഡ് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഈ ശാസ്ത്രീയ രീതി മനുഷ്യൻ വികസിപ്പിച്ചെടുത്ത്. അപ്പം അതോടുകൂടി തന്നെ ഈ കുറേ ആളുകൾക്ക് മേലനങ്ങുള്ള വ്യായാമം കിട്ടാണ്ടായി. കാരണം കൃഷി കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ തന്നെ മനുഷ്യർ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ അതിലൂടെ വ്യായാമം കിട്ടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിന് മുന്നേ ഈ മനുഷ്യർ ഭക്ഷണം തേടി പോകുമ്പോഴത്തേക്കും മൃഗങ്ങളുടെ പുറകെ ഓടിയും, അല്ലെങ്കിൽ ആ കിട്ടുന്ന ഭക്ഷണം ഇങ്ങനെ വായിച്ചുകൊണ്ട്, കയ്യിൽ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുതുകത്ത് വായിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ മനുഷ്യർക്ക്
വ്യായാമം കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവർ കുറേ നടക്കും, മനസ്സിലായി, കുറേ നടന്നാലായിരിക്കും ഒരു മൃഗത്തിനെയൊക്കെ കണ്ടെത്തുന്നത്. അങ്ങനെ നല്ലപോലെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വ്യായാമം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇത് ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ കണ്ടപ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇതേപോലത്തുള്ള ശാസ്ത്രീയ രീതി മനുഷ്യൻ വികസിപ്പിച്ചെടുത്തപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ മനുഷ്യർക്ക് കിട്ടേണ്ട ആ ഒരു ശാരീരിക അധ്വാനം ഇല്ലാതെ, അപ്പം അങ്ങനെ വന്നുകൊണ്ടിട്ടാണ് ഒരു കാരണം മനുഷ്യർക്ക് ഇന്ന് കാണുന്ന രീതിയിൽ അമിതവണ്ണവും അല്ലെങ്കിൽ ഡയബറ്റീസും മറ്റേത് ഷുഗർ ഇതൊക്കെ വരാനുള്ള കാരണം. അതേപോലെ തന്നെ ഭക്ഷണ രീതി. അന്ന് നമ്മൾ കെട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ നാച്ചുറലായിട്ട് ആ ഫുഡ്സായിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളൊക്കെ കാണുന്നതായിരുന്നു മനുഷ്യൻ ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഒട്ടുമിക്ക ഈ പാക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഫുഡ്സിലും ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള കണ്ടൻസും അതേപോലെ എന്താണ് ട്രാൻസ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും അതൊക്കെ മനുഷ്യൻ്റെ ഈ ആരോഗ്യത്തിന് ഹാനികരമാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ ഭക്ഷണങ്ങൾ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും മനുഷ്യന് എന്താണ് ഇതേപോലെ ഭക്ഷണം തേടി പോകേണ്ട ആവശ്യമില്ല. ഭക്ഷണം ഇന്ന് സുലഭമായിട്ട് ഈ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിച്ചിട്ട് മനുഷ്യന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളോട് കൂടി തന്നെ മനുഷ്യർക്ക് എന്ത് പറ്റി, പൊണ്ണത്തടിയും അമിതവണ്ണവും കാരണം അവരുടെ വിസറൽ ഫാറ്റ് കൂടുകയും അത് പല ഇന്റേണൽ ഓർഗൻസിൽ അടിഞ്ഞുകൂടുകയും അതിൽ ഡയബറ്റീസും അല്ലെങ്കിൽ ലിവർ ഫാറ്റ് ലിവർ വരികയും അല്ലെങ്കിൽ കിഡ്നി. അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മനുഷ്യർ പലതരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നത്. രാവിലെ നടക്കാണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, ഓടാൻ പോകുന്ന ആൾക്കാരുണ്ട്, ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്, അതേപോലെ ഷട്ടിൽ കളിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല സ്പോർട്സിൽ കുറേ ആളുകൾ ഇന്ന് പോകാറുള്ളത്. ഇവരുടെ അന്ന് ആ ഒരു ഭക്ഷണം തേടിയുള്ള വ്യായാമം ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനത്തെ, പക്ഷേ ശരീരത്തിൻ്റെ വ്യായാമം അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് മനുഷ്യർ ഇന്ന് അവരുടേതായിട്ടുള്ള പല പല രീതിയിലുള്ള എന്താണ് ഈ വ്യായാമങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു ശരീരത്തിന് കൊടുക്കുന്ന ഒരു വ്യായാമത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഈ വെയിറ്റ് ട്രെയിനിങ്. ആയി നമ്മൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്. അത് വെയിറ്റ് ലിഫ്റ്റിംഗ് മാത്രമല്ല, അതിൽ പല പല ഫ്ലെക്സിബിലിറ്റി മൊബിലിറ്റി ചെയ്യുന്ന രീതിയിലുള്ള പല പല ട്രെയിനിങ്ങും നമുക്ക് ജിമ്മിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതലും വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും ഈ, അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരിക്കും കൂടുതലും ജിമ്മുകളിൽ ചെയ്യുന്നത്. അതിൻ്റെ അധികം ശാസ്ത്രീയ വശങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല. അത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ വീഡിയോ പോകും. അപ്പോൾ ഇതാണ് ബേസിക്. മനുഷ്യൻ എന്തിനാണ് ഈ ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സസൈസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ബേസിക് സംഭവം ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ജിമ്മിൽ ഭയങ്കര ഹെവി വെയിറ്റ് അടിക്കേണ്ട ആവശ്യം നമ്മുടെ ബോഡിക്കില്ല. നമ്മളുടെ ബോഡി അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടല്ല. നമുക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ചെറിയ ചെറിയ അല്ലെങ്കിൽ വലിയ മൃഗങ്ങളെ പിടിച്ച് അത് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് കഷ്ണിച്ചിട്ട് ആ ഒരു മൃഗത്തിൻ്റെ മാംസം മുതുകത്തിട്ട് വഹിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ ഒരു വെയിറ്റൊക്കെ മാത്രം താങ്ങാനായിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ബോഡി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ ഇതേപോലെ ഭയങ്കര ഹെവി വെയിറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ജസ്റ്റ് ബേസിക് എന്നുള്ള സംഭവങ്ങൾ ഇതിനെ മനസ്സിലാക്കുക. നമുക്കിനി കുറച്ച് റീൽസ് എടുക്കാം, എന്നിട്ട് ആ റീൽസ് എടുത്തിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു റീലാണ് നമ്മൾ നോക്കാണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ഇതായിട്ട് കാണിക്കുന്നത് കണ്ടില്ലേ? അവിടെ താഴത്തെ ഒരാൾ ഹെവി വെയിറ്റ് ഇട്ട് ഇങ്ങനെ അടിച്ചിട്ട് എന്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ബൈസെപ്സ് മസിൽസ് അവിടെ നിന്ന് ടേറപ്പായി പോയി. അത്രയും മസിൽ ഇനി അയാൾക്ക് കൈ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ കുറേ നാളത്തേക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഹോസ്പിറ്റലിൽ പോയി അവിടെ എന്താണ് അവിടെ നിന്നുള്ള ചികിത്സയൊക്കെ സ്വീകരിച്ച് കുറേ നാൾ റെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ അയാൾക്ക് വർക്കൗട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളത്. ആ ബൈസെപ്സ് മസിൽ അവിടെ നിന്ന് ഇങ്ങനെ കീറിപ്പോലെ അല്ലെങ്കിൽ വിട്ടു പോകുന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് പറ്റിയിരിക്കുന്നത്. അത്രയും ഹെവി വെയിറ്റ് ലോഡ് ചെയ്തിട്ട് ആ ഒരു ചെറിയൊരു ബാറിൻ്റെ അതിൽ മാക്സിമം വെയിറ്റ് ലോഡ് ചെയ്തിട്ട് നമ്മളെ ആ ഒരു കൈക്ക് അത്രയും വെയിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. ഒരു 10 കിലോ 15 കിലോ ഒക്കെ മതി മാക്സിമം നമ്മളെ കൈക്ക്. അത് അതിൻ്റെ ഓവർ വെയിറ്റ് എടുത്തിട്ട് ഈഗോ ലിഫ്റ്റിങ് മറ്റുള്ള ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്നു. ലാസ്റ്റ് എന്ത് പറ്റി, ആ മസിൽ കീറിപ്പോയി. അപ്പോൾ അതിൻ്റെ മേളിരിക്കുന്ന ആൾ ചെയ്യുന്നുണ്ട്, ഞാൻ ഇത്രയും വെയിറ്റ് അടിക്കാനുള്ള ചെറിയ വെയിറ്റ് ഇട്ട് അടിക്കുക. എപ്പോഴും നമ്മളുടെ എന്താണ് പറ്റിയ വെയിറ്റിൽ ഇട്ടടിക്കുകയാണ് ചെയ്യുക. ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഹെവി വെയിറ്റ് ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡിക്ക് തന്നെ അത് ഭാവിയിൽ ഭയങ്കര ദോഷം ചെയ്യും. നമുക്ക് അടുത്ത റീൽ നോക്കാം. അപ്പം ഇതിൽ ഇയാൾ വർക്കൗട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താണ് നമ്മളുടെ ഷോൾഡർ, നമ്മളുടെ ബാക്ക് മസിൽസിനുള്ള വർക്കൗട്ടാണ് ഇയാൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് മസിൽസിനുള്ള ഈ വർക്കൗട്ട് ഇയാൾ കേബിൾ ഫ്രണ്ടിൽ നിന്ന് വലിക്കുമ്പോഴത്തേക്കും നമ്മളുടെ കൈ മാത്രമേ അനങ്ങാൻ പാടില്ല, നമ്മളുടെ ഈ ഫുൾ ഹാൻഡ് മാത്രമേ ഇങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ കൈ വെച്ച് വലിക്കുമ്പോഴത്തേക്കും ബോഡിയും ഫ്രണ്ടിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇയാൾ അങ്ങനെ ആ വർക്കൗട്ട് ചെയ്യണതിൽ ഒരു കാര്യമില്ല. വെയിറ്റ് ഭയങ്കര ഫുൾ വെയിറ്റ് ഇട്ടിരിക്കണം. പക്ഷെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഏത് മസിൽ ഗ്രൂപ്പിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആ മസിൽ ഗ്രൂപ്പിലാണ് കൂടുതലും എന്താ പറയണ്ട ആ ഒരു
എഫക്റ്റ് കിട്ടണം. അപ്പോൾ വേറെ ബോഡി പാർട്സ് തന്നെ വേണ്ടി പാടും. നമ്മൾ ഏത് മസിൽ ഗ്രൂപ്പാണോ വേണ്ടത് ആ ഒരു ബോഡി പാർട്ട് നമ്മുടെ കൈ ബാക്ക് ഷോൾഡർ ആണ്, നമ്മൾ കൈ മാത്രം ഇങ്ങനെ ബാക്കിലേക്ക് പോയാൽ മതി. മനസ്സിലായില്ലേ? കൈയും പോവും, അതേപോലെ തന്നെ ഇങ്ങനെ തലയും ബോഡിയും ഇങ്ങനെ ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംഭവം ഹെവി വെയിറ്റ് ആണെങ്കിലും പക്ഷേ ചെയ്യുമ്പോഴത്തേക്കും അധികം ശാരീരിക അധ്വാനം കിട്ടുന്നില്ല. അപ്പോൾ അതാണ് ബാക്കിൽ നിന്നിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഇയാളെ കളിയാക്കുന്നത്. പ്രാങ്കായിട്ട് ചെയ്തായിരിക്കും, മനഃപൂർവ്വം ഈ ബാക്കിൽ നിന്ന് ആൾക്കാരുടെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി ചെയ്തായിരിക്കും. അപ്പോൾ ഇതേപോലുള്ള കുറേ മണ്ടന്മാരുണ്ട് ജിമ്മിൽ വന്നിട്ട് ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഇനി അടുത്തൊരു റീലിലേക്ക് പോകാം. അപ്പോൾ അടുത്തൊരു റീല് അതിൻ്റെ ഓഡിയോ കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഇയാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു മലയാളിയാണ്. പുള്ളിയുടെ എന്താണ് ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്താണ് ഫുൾ വെയിറ്റ് ഇട്ട് അടിക്കുന്നത്. അപ്പോൾ ഇതിൽ ബൈസെപ്സ് അടിക്കുമ്പോഴത്തേക്കും മനസ്സിലായില്ലേ, ഈ പുള്ളിയും ബൈസെപ്സ് ചെയ്യുന്നത് കറക്റ്റ് ഫോമിലല്ല. നമ്മൾ ബൈസെപ്സ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് മസിൽ പാർട്ടിനാണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഭാഗത്തിന് തന്നെ ഫുൾ എഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബൈസെപ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇയാൾ ഹിപ്പ് ബാക്കിലേക്ക് വെച്ചിട്ട് മുട്ട് കുറച്ച് ബെൻഡ് ചെയ്തിട്ട് രണ്ട് ഇതിലും ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. മനസ്സിലായി, നമ്മളുടെ ഈ ബോഡി വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതാവുന്നുണ്ട് ഇയാൾ. ചെയ്യുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ എന്താണ് ബൈസെപ്സിനെ ഫുൾ വർക്കൗട്ട് അല്ലെങ്കിൽ ഫുൾ എഫക്റ്റ് കിട്ടില്ല. കുറേ നമ്മളുടെ നടുവിനും കുറേ നമ്മളുടെ മുട്ടിൻ്റെയും ഇതുകൊണ്ടിട്ടാണ് അയാൾക്ക് ആ വെയിറ്റ് പൊക്കാൻ പറ്റിയത്. അല്ലാതെ ഫുൾ സ്ട്രെങ്ത്ത് അയാൾക്ക് പൊക്കാൻ പറ്റും നമ്മളുടെ ബോഡിയും അല്ലെങ്കിൽ നമ്മളുടെ നീയും ഈ ഹിപ്പ് വെച്ചിട്ടുള്ള ത്രസ്റ്റ് കൊടുക്കാണ്ട് നമ്മളുടെ കൈ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ആക്ഷനിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഫുൾ വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിട്ട് അംഗീകരിക്കില്ല. കാരണം ഇയാളുടെ ബോഡിയുടെ ഹിപ്പും അല്ലെങ്കിൽ മുട്ടിൻ്റെയും എഫോർട്ട് വെച്ചിട്ടാണ് ഇയാൾ ആ ഒരു ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ എന്താണ് ഇത്രയും വെയിറ്റ് പൊക്കാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇവോൾവ് ആയേക്കുന്ന ബോഡി അല്ല ഹ്യൂമൻ ബോഡി. അതിന് ഒരു എന്താണ് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ നിന്നിട്ട് വർക്കൗട്ട് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് കൂടുതൽ എന്താണ് അല്ലെങ്കിൽ ലീൻ മസിൽ മാസ് കൂട്ടുന്നുണ്ടെങ്കിൽ ഡയറ്റ് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുന്ന വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ ഫീൽ ചെയ്താൽ, അതായത് നമ്മൾ ഇങ്ങനെ സ്ലോയിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് 1 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ എഫക്റ്റ് കിട്ടും. നിങ്ങളുടെ മസിൽസ് ഒന്നും ഇതേപോലെ ടീറായി പോകുന്നില്ല. അതിൽ തന്നെ വേറൊരാൾ വന്നിട്ട് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ മറ്റേ ഫസ്റ്റ് ചെയ്ത ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെഷീനിലുള്ള വെയിറ്റുകൾ മാത്രം വെച്ചിട്ടാണ് പുള്ളി ഫുൾ വെയിറ്റ് അടിച്ചത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ആ ഫുൾ വെയിറ്റിൻ്റെ ഒപ്പം ഒരു പ്ലേറ്റും കൂടി ഇട്ട്, ഒരു 20 കിലോ പ്ലേറ്റ് ആകുമ്പോൾ 20 കിലോ പ്ലേറ്റും കൂടി ഇട്ടിട്ടാണ് പുള്ളി ചെയ്യുന്നത്. പക്ഷേ പുള്ളി ചെയ്യുമ്പോഴത്തേക്കും അത് ആ ചെയ്യുന്നതൊന്നും മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലേ, അയാൾ ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ കൈ മാത്രമല്ല അനങ്ങുന്നത്, അയാളുടെ മുട്ടും ഹിപ്പും സെയിം ടൈം അനങ്ങുന്നുണ്ട്. അപ്പോൾ ആ ബൈസെപ്സിൻ്റെ അല്ലെങ്കിൽ ആംസിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ടല്ല, അല്ലെങ്കിൽ അത് 100% കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല പുള്ളി ആ ഒരു ലിഫ്റ്റിംഗ് ചെയ്യുന്നത്. പുള്ളിയും ഇതേപോലെ തന്നെ എന്താണ് ഹിപ്പും അല്ലെങ്കിലും ഈ കാൽമുട്ടുകളുടെയും എഫോർട്ടും കൂടി അല്ലെങ്കിൽ അതും കൂടി ട്രസ്റ്റ് ചെയ്തിട്ടാണ് പുള്ളി ആ വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്കിനി അടുത്ത ഒരു വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ പറഞ്ഞത് 100 kg ബൈസെപ്സ് കേൾ. അപ്പോൾ ഒരു സൈഡിൽ 50 kg, ഇപ്പുറ സൈഡിൽ 50 kg, അങ്ങനെ 100 kg ബൈസെപ്സ് കേളാണ്. 16 ഇയർ 67 കിലോ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇയാൾ ബൈസെപ്സ് കേൾ ചെയ്യുന്നത് അത്രയും ഹെവി വെയിറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എന്തോ ഇയാളുടെ മറ്റേ ഈ ഇപ്പം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആ ഒരു ബൈസെപ്പ് ഇവിടെ നിന്ന് പറഞ്ഞു പോരാണ്ടിരുന്നത് ഭാഗ്യം. നമുക്കപ്പോൾ അയാൾ ചെയ്യണമെങ്കിൽ നോക്കാം. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വെയിറ്റ് ഒന്നും ചെയ്ത് വർക്കൗട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത് പൊക്കി ഇങ്ങനെ ആളാവേണ്ട ആവശ്യമില്ല. ഈ ആണുങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ സംഭവങ്ങൾ മെഷീൻസ് വന്നപ്പോഴത്തേക്ക് അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് വലിയക്കാരുടെ ഭാരം പൊക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ് ഇന്ന് അവൈലബിൾ ആണ്. മനസ്സിലായില്ല. അപ്പം ആണുങ്ങളുടെ സ്ട്രെങ്ത് ഇന്ന് ലോകത്തിന് ആവശ്യമില്ല. അപ്പം ഇതെന്തോ വലിയ സംഭവം പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇത്രയും വെയിറ്റ് ഇട്ട് പൊക്കുന്നത്. അത് പൊക്കുന്നതിന് നടുവിന് ഫുൾ ഇത് കൊടുത്തിട്ടാണ് ഇത് പൊക്കുന്നത്. മനസ്സിലായി. നമ്മളെ നടുവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ എന്താ പറയുക ഈ നടുവിന് ഡിസ്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊക്കെ വല്ല ബൾജാവുകയോ അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈഫ് ലോങ് നടുവിന് പണി കിട്ടും, അല്ലെങ്കിൽ ലൈഫ് ലോങ് ആ സംഭവം മാറില്ല. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെയിറ്റ് കൊണ്ടുപോയി കറക്റ്റായിട്ട് ആ സ്റ്റാൻഡിൽ കൊണ്ട് വെക്കാൻ പോലും പറ്റില്ല. നേരെ ഇട്ട് കാല് വീഴേണ്ടുന്ന ഭാഗ്യം, കാലെല്ലാം വന്ന് വീണുവെച്ചെങ്കിൽ അത് അവിടെ തല്ല് പൊട്ടിയിട്ട് അടുത്ത പണി കിട്ടിയാൽ.
അപ്പോൾ ഇങ്ങനത്തെ കുറേ പ്രാന്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ഭയങ്കര സംഭവം എന്നുള്ള രീതിയിൽ. നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഇതിൽ എന്താണ്, സ്കോട്ട്സാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലെഗ് പ്രസ്സാണ് ചെയ്യുന്നത്. അതിൽ സംഭവം ആ വെയിറ്റൊക്കെ ചെയ്ത് കൊള്ളാം, കാരണം അവർക്ക് അവരുടെ സാമ്പത്തികത്തിൽ നിന്നിട്ടുള്ള എന്താണ് ജിമ്മിൽ പോകാൻ സാമ്പത്തികം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടൊക്കെ വെയിറ്റ് ചെയ്യേണ്ടത് കുഴപ്പമില്ല. പക്ഷേ ആ ഒരു പയ്യനെ നോക്കിയിട്ട് അവന് അത്രയും വെയിറ്റ് വെക്കാനുള്ള ശേഷിയില്ല. ബാക്ക് ചെയ്യുന്നവന് വലിച്ച് പൊക്കിട്ടാണ് മനസ്സിലായി. അത് ആ സമയം ആ വെയിറ്റ് ഫുള്ള് വന്നേക്കും. നമ്മൾ സ്കോട്ട്സ് അല്ലെങ്കിൽ ലെഗ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ബാർ നമ്മൾ ലോഡ് ചെയ്യേണ്ടത് നമ്മളുടെ ഷോൾഡേഴ്സിലാണ്, ബാക്ക് ഷോൾഡേഴ്സിലാണ് നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. ഇത് കഴുത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ്, പെടലിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ലോഡ് ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ ഒരു കഴിഞ്ഞ 2-3 മാസം മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു പെൺകുട്ടി ഈ പവർ ലിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു മാക്സിമം വെയിറ്റ് ലോഡ് ചെയ്തിട്ട് ഒരു പെൺകുട്ടി ലിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നേരെ കഴുത്തിലാണ് ഇത് വന്നത്. നേരെ പോയി ഫ്രണ്ടിലേക്ക് വെയിറ്റ് വന്നിട്ട് കഴുത്തിൻ്റെ ഇത് ഒടിഞ്ഞു പോയി. ആ പെൺകുട്ടി അപ്പം തന്നെ മരിച്ചുപോയി. അപ്പോൾ ഇതേപോലെ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കാം ബാക്കി എന്താണെന്നുള്ളത്. കാരണം അത് വെയിറ്റ് ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് പോകുന്നുണ്ട്. അവിടെ വെയിറ്റ് വീണിട്ടുണ്ടെങ്കിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. എന്തോ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കുറേ ലൈക്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് കുറേ കമൻസ് വന്നിട്ടുണ്ട് ഈ ഒരു വർക്കൗട്ട് ഇതിൽ. അപ്പോൾ അതിൽ കൊടുത്തേക്കുന്നത് നോ ലെഗ് വർക്കൗട്ട്, നെക്ക് ബ്രോക്കൺ വർക്കൗട്ട് എന്ന്. ബോഡി യൂസ് 5%, സപ്പോർട്ട് 95%. ശരിയാണ്, കാരണം നമ്മൾ 100% നമ്മളുടെ ബോഡി മസിൽസ് അല്ലെങ്കിൽ നമ്മളുടെ ബോഡി വെച്ചിട്ടാണ് വർക്കൗട്ട്. അല്ലാണ്ട് സപ്പോർട്ടിന് ഒരാൾ സപ്പോർട്ട് നിൽക്കുന്നതിനാണ് നമ്മളുടെ വെയിറ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംബാലൻസ് ആയിട്ട് നമ്മളുടെ പെടലിക്കോ നമ്മളുടെ ചെസ്റ്റിലോ വന്ന് വീഴാണ്ടിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സപ്പോർട്ട് നിൽക്കുന്നത്. അല്ലാതെ അവർ വന്നിങ്ങനെ പൊക്കിത്തരാൻ വേണ്ടിയിട്ടല്ല അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ, മനസ്സിലായില്ലേ? നിങ്ങൾ ഈ എന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ നിങ്ങൾക്ക് സപ്പോർട്ടിന് നിർത്താം, പക്ഷേ അയാൾ ബോഡി ഈ എന്താണ് ഈ വെയിറ്റ് ബാർബല്ലോ അല്ലെങ്കിൽ ഡംബിളോ വന്നിട്ട് നിങ്ങളുടെ മേത്ത് തന്നെ ഒന്നും പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. അല്ലാതെ അവരുടെ ഫോഴ്സും കൂടി വെച്ചിട്ട് നിങ്ങൾ അടിക്കരുത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സപ്പോർട്ടിനൊക്കെ ഒന്നും ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എന്താണ് ബോഡിക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റിയ വെയിറ്റ് ഇട്ട് ചെയ്താൽ മതി എന്ന് വെറുതെ എന്തിനാ അതേപോലെ ആൾക്കാരെ ഇങ്ങനെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്? ഇത് അറിവുള്ള ആൾക്കാർ നിങ്ങളെ മണ്ടന്മാരായിട്ട് കാണുള്ളൂ. അടുത്ത ഒരു റീൽ നോക്കാം. ഇതിൽ ഈ അപ്പൂപ്പൻ ഫുൾ പവറാണ്. പുള്ളി കൈ വെച്ചിട്ട് എന്താണ് ബെഞ്ച് പ്രസ്സും ചെയ്യുന്നുണ്ട്, ചെസ്റ്റിനുള്ള വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 2 കാല് വെച്ചിട്ട് സൈക്കിൾ കിട്ടുന്ന രീതിയിൽ അപ്പുറത്തും ഇപ്പുറത്തും വെയിറ്റ് ലോഡ് ചെയ്തിട്ട് മുട്ടൻ കളി കാലിനും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞതൊക്കെ ഫുൾ പൊട്ടത്തിലാണ്. ആൾക്കാർ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ടത്തിലാണ്. പക്ഷേ അയാളെ ചെയ്യുന്ന വർക്കൗട്ടിൽ അയാൾക്ക് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? നമ്മൾ ഏത് മസിൽസിനാണ് ഫീൽ ചെയ്ത് അടിക്കുന്നത് ആ മസിലിൽ നിന്ന് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ജിമ്മ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും സൂക്ഷിച്ചും കണ്ടും വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഈ വെയിറ്റ് നമ്മളുടെ മേത്തോ അല്ലെങ്കിൽ പെടലിക്ക് വന്ന് വീഴുള്ള ചാൻസ് ഉണ്ട്. അത് ഇവനെ പോലത്തെ മണ്ടന്മാരൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് കുറേ ഈ റീൽസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. പിന്നെ അടുത്തൊരു റീൽ ഉണ്ടാക്കാം. അപ്പം ഇത് ആഫ്രിക്കയിലുള്ള ഒരാളാണ്. അത് അറിയാമല്ലോ, ഈ ആഫ്രിക്കയിൽ കൂടുതലും അവർ ഇതേപോലത്തുള്ള എന്താണ് കാറിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീൻ്റെ പാർട്സൊക്കെ വെച്ചിട്ടാണ് അവരവരുടെ ജിമ്മൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരാൾ വന്നിട്ട് ഇതുപോലെ സെയിം ആ ബാറിൽ ഫുൾ വെയിറ്റ് ലോഡ് ചെയ്തിട്ടേക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പുള്ളി എന്താണ് ആ വെയിറ്റ് പൊക്കോ ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കാം. ആ ഒരു ബാർബെല്ല് 4 പേര് അടിച്ചിട്ടാണ് പൊക്കുന്നത്, മനസ്സിലായി? 4 പേര് പിടിച്ച് പൊക്കുന്ന ആ ഒരു എന്താണ് വെയിറ്റ് ബാറാണ് ഈ ഒരാൾ വന്നിട്ട് പൊക്കാണ്ട് നോക്കുക. എന്ത് ഭാഗ്യം പെടലിക്ക് വന്ന് വീഴാണ്ട് വന്നു. പെടലിക്ക് വന്ന് വീഴ്ചെങ്കിൽ പെടലി വട്ടം ഒടിഞ്ഞിട്ട് അവൻ്റെ പണിയും തീർന്നേ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത്രയും ഹെവി ആയിട്ട് ലിഫ്റ്റ് ചെയ്യണം? ഒരു അർത്ഥവുമില്ലാത്ത ഒരു ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ബോഡിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇതല്ല, നടുവ് ബാക്കിലേക്ക് വളച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഒരുത്തം പൊക്കി കൊടുക്കുന്നുണ്ട്. എന്തോ ഭാഗ്യം ഇങ്ങനെ ബാക്കിലേക്ക് പൊക്കിയപ്പോഴത്തേക്ക് ആ വെയിറ്റ് നെഞ്ചത്തന്ന് വീണിട്ട് ബാക്കിലേക്ക് വീണിച്ചെങ്കിൽ പണി കിട്ടിയേനെ.
ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കോച്ചോ അല്ലെങ്കിൽ ആരും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഇവൻ പൊക്കി കൊടുത്ത് ഈ മറ്റേ സപ്പോർട്ടുകൾ പൊക്കി കൊടുത്ത് തിരിച്ചിങ്ങനെ വെച്ചിട്ട് പറഞ്ഞ് 1 ബൈസെപ്പ് കേൾന്ന് 1 റെപ്പ് എന്നല്ല റാപ്പ് എന്നൊക്കെയാണ് ഇട്ടേക്കണത്. 68 kg കേൾ 1 റാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നോക്കാം. അനദർ ഈഗോ ലിഫ്റ്റർ വാസ് അറസ്റ്റഡ് ടുഡേ. ഇത് വിങ്സിനുള്ള വർക്കൗട്ടാണ് ചെയ്യുന്നത്. നോക്കട്ടെ, വിങ്സും ആ ഒരു മെഷീനിൽ നമ്മൾ വിങ്സ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ മാക്സിമം വിട്ടുകൊടുക്കുക, എന്നിട്ട് മാക്സിമം നമ്മൾ വലിക്കുക, ഇത്രയും വരെ വലിക്കണം, മനസ്സിലായില്ലേ? മാക്സിമം വലിക്കുക, തിരിച്ച് വിട്ടുകൊടുക്കുക. അത് പതിയെ ചെയ്താൽ മതി, നമുക്ക് പറ്റുന്ന വെയിറ്റ് ചെയ്താൽ മതി. ഇത് ഒരു ഇതിട്ട് ഈ നടുവ് വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ആവണം, മനസ്സിലായി? കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ആവണം, വെറുതെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 200 kg ഇൻറ്റു 6 സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊട്ടന്മാർ. അടുത്ത ഡെഡ് ലിഫ്റ്റാണ്. ആ ഡെഡ് ലിഫ്റ്റ് ചെയ്താൽ ചെയ്യുക. ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഫുള്ളി നടുവിങ്ങനെ റാ പോലെ വളഞ്ഞാണ് നിൽക്കുന്നത്. നമ്മൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കിക്കുന്നല്ലെങ്കിൽ കൂടുതലും പ്രൊഫഷണൽസ് ചെയ്യുന്നത് അവരുടെ നടുവ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനായിരിക്കും, അല്ലെങ്കിൽ നടുവ് ബാക്കിലേക്ക് ഇങ്ങനെ ഞെളിഞ്ഞ് നിന്നിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ നട്ടലിന് വെയിറ്റ് വരരുത്, മസിൽസിൽ ലോഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡെഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും അവൻ്റെ നടുവ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റാ പോലെയാണ് വളഞ്ഞ് നിൽക്കുന്നത്. എന്നിട്ട് ബെൽറ്റ് ഇട്ടിട്ടുള്ളത് ഭാഗ്യത്തിന്, അതുകൊണ്ട് നട്ടലിടിഞ്ഞില്ല. എന്നിട്ട് ബാക്കിൽ നിന്ന് ഒരുത്തൻ ഷോൾഡറിലും നട്ടലിലും നമ്മൾ ഈ കമ്പിയൊക്കെ വളഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരാക്കാൻ വേണ്ടി ഇങ്ങനെ ഇതാക്കൂലേ, അതേപോലെ ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് പിടിച്ചിട്ടേ ഷോൾഡറിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ട്, ഇങ്ങനെ വലിച്ചാണ് നോക്കണം. ആണല്ലേ, അതായത് പറ്റാത്ത വെയിറ്റൊക്കെ കാലൊക്കെ നോക്കിയാൽ മുട്ടൊക്കെ അങ്ങാടും ഇങ്ങോട്ടൊക്കെ തെന്നി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് കിടന്നിട്ടുള്ള ആ ഒരു ലെഗ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, കാലിലാണ് നമുക്ക് ഫുൾ വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മൾ ലെഗ് പ്രസ് കിടന്നിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾ കൈ കൊണ്ടിട്ട് നമ്മളുടെ കാലിന് സപ്പോർട്ട് കൊടുക്കരുത്. എപ്പോഴും നിങ്ങൾ ചെറിയ വെയിറ്റ് ചെയ്ത് പതിയെ പ്രോഗ്രസ് ചെയ്ത് വരണത്. അല്ലാതെ കൈ കൂടി വെച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഗിൽ എവിടെ നിന്നാണ് ഫുള്ള് 100% കോൺസെൻട്രേഷൻ കിട്ടുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരും അനുകരിക്കരുത്. ഇത് ഹെവിലി ഡേഞ്ചറസ് ആണ്. അടുത്ത ഒരു ഇത് നമുക്ക് നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 80 kg 3 reps റോഡ് ടു നാഷണൽ എന്നുള്ള സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വെയിറ്റ് ഒന്നും പുള്ളിക്ക് പൊങ്ങുള്ള, മനസ്സിലായി? നേരെ വന്നിട്ട് നെഞ്ചത്തേക്കാണ് എടുത്ത് വെക്കുന്നത്. അതും നടുവിനെ വളഞ്ഞാ നിൽക്കുന്നത്. എന്തോ ഭാഗ്യം അവൻ ബാക്കിലേക്ക് കമ്പ നടിച്ച് വീഴണമെങ്കിൽ തലയും പോവും. വെയിറ്റ് വന്ന് വേണമെങ്കിൽ ഇവിടെ വന്ന് വീണിട്ട് ആ ഇവിടെയുള്ള നമ്മളുടെ ലെങ്സ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള അത് നേരെ ഒടിഞ്ഞ് കുത്തി വേണം ലെങ്സിൻ്റെ അകത്തേക്ക് കയറും. അതേപോലത്തെ മണ്ടത്തിനാണ് പൊട്ടം ചെയ്യുക. പക്ഷെ എന്തോ അതിന് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ബെൽറ്റ് ഇട്ടങ്ങനെ കറക്റ്റൊന്നുമല്ല, എന്തോ അതിന് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ജിമ്മിൽ ട്രെയിനേഴ്സൊന്നും ആരില്ല അല്ലെങ്കിൽ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. മിക്ക ജിമ്മിലും ഫസ്റ്റ് സെറ്റിനെ കുറിച്ച് കഴിക്കാൻ പറ്റും. അത് വീഡിയോയിൽ കാണിക്കാത്ത എന്താ വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഓക്കെ, അപ്പോൾ ഈ ഒരു റീൽസിൽ ഈ പുള്ളി ഇപ്പോൾ ചെയ്ത 2 വർക്കൗട്ടിലും ഹെവി വെയിറ്റ് ചെയ്തതിൽ ഹെവി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ഈ പുള്ളി ഇത് ചെയ്തതിൽ ഇവർ കുറ്റങ്ങളൊന്നും പറയാനില്ല. കാരണം ഈ പുള്ളിയുടെ നേരത്തെ ആ ഒരു ബൈസെപ്സ് ചെയ്തിട്ട് ബൈസെപ്സ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഹിപ്പ് വെച്ച് ത്രസ്റ്റ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇതിൽ ചെയ്തപ്പോഴത്തേക്കും പുള്ളി കറക്റ്റ് സപ്പോർട്ടിൽ ബോഡിയുടെ വേറെ ഭാഗങ്ങളൊന്നും നനക്കാതെ കറക്റ്റ് സ്ലോ മോഷനിൽ അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ശരിക്കും പതിയെ ചെയ്ത് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടൊക്കെ വിട്ടാൽ മതി. ഫ്രണ്ടിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ ഹോൾഡ് ചെയ്തിട്ട് വിട്ടാൽ മതി. അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കാണ് കറക്റ്റ് നമ്മളുടെ മസിൽസിന് ഫുള്ള് എൻഗേജ്മെൻ്റ് ആയിട്ട് അത്രയും ആ ഒരു എഫക്റ്റ് ആ മസിൽസിന് കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ചെയ്തത് പുള്ളി കറക്റ്റായിട്ട് ചെയ്തത്. ബോഡി വേറെ പാർട്സ് ഒന്നും അനക്കുകയൊന്നും ചെയ്യുന്നില്ല. സാധാരണ ഇതേപോലെ ഹെവി ചെയ്യുമ്പോഴത്തേക്കും ഹെവി ഇത് പുള്ളപ്പ് ചെയ്യുമ്പോഴത്തേക്കും ബോഡി ഇങ്ങനെ മുതുകിട്ടിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇതേപോലെയാണ്, മനസ്സിലായില്ല? അപ്പോൾ ഇതിൽ ഇതേപോലത്തെ സംഭവങ്ങൾ ചെയ്തില്ല. പുള്ളി ബോഡി കറക്റ്റ് പൊസിഷനിൽ പോസ്റ്റർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കറക്റ്റ് ടെക്നിക്കിലാണ് പുള്ളി ആ ഒരു വർക്കൗട്ട് ചെയ്തത്. നമുക്ക് ഇനി അടുത്ത റീൽ നോക്കാം.
ഓഫ്, ഇതൊക്കെയെന്ന് വെച്ചാൽ വെറുതെ ഷോ ഓഫാണ്. നമുക്ക് നടുവിനുള്ളവർക്കൂടെ അങ്ങനെ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങാനും നടുവ് കടന്ന് വിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലുള്ള ഒരവസ്ഥ ആലോചിച്ച് നോക്കിയുണ്ട്. എന്തോ ഭാഗ്യം കിട്ടി. ഇപ്പം ഇതൊക്കെ ഭാവിയിൽ നട്ടലിന് പണി കിട്ടി. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒന്നും തോന്നില്ല, പക്ഷെ ഭാവിയിൽ ഇത്രയും ഹെവി ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നട്ടലിന് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കൂടുതലും ബോഡി ബിൽഡേഴ്സ് ഈ റോണി കോൾമാൻ്റെ ആരാധകൻ അല്ലെങ്കിൽ അയാളെയാണ് ഇവരുടെ ഒരു ഇതായിട്ട് കാണുന്നത്, ഒരു ലെജൻഡായിട്ടൊക്കെ കാണുന്നത് ഒട്ടുമിക്ക ബോഡി ബിൽഡേഴ്സും. ഇപ്പോൾ റോണി കോൾമാൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ല, പുള്ളിക്ക് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല. ആ സ്ട്രെച്ചർ പിടിച്ചിട്ടില്ലെങ്കിൽ പരസഹായമില്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അയാളും ഇതേപോലെ ഈ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് പല ഇഞ്ചുറീസ് അയാളുടെ ഈ നട്ടലുണ്ടായിരുന്നു. അത് പോയി ട്രീറ്റ് ചെയ്യും, പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാതെ വന്നിട്ട് പിന്നെയും ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് പിന്നെയും വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് പുള്ളിക്ക് ഈ ഒരു സമയമായപ്പോഴത്തേക്കും നട്ടലിന് ഇത്രയും ക്ഷതം പറ്റിയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഓപ്പറേഷൻ ചെയ്തിട്ടും അത് നേരെ ആവാതെ പുള്ളിക്ക് പരസഹായം കൂടാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി. റീൽസാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഇത് ജിമ്മിലൊക്കെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ ചിലപ്പോൾ ലൈക്സും കമൻറ്റും അല്ലെങ്കിൽ കുറേ വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യണിരിക്കും, പക്ഷേ ചെയ്യുന്നത് ആന മണ്ടത്തിലാണ്. എങ്ങാനും ഇതിൽ നിങ്ങളുടെ ഏതെങ്കിലും മസിൽസ് ഇതേപോലെ ടീറായി പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നടുവിനോ എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടും. നിങ്ങൾക്ക് പെയിൻ ഇല്ലെന്ന് ഓർത്തിട്ട് ചിലപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഫ്യൂച്ചറിലായിരിക്കും നിങ്ങളുടെ നടുവിനൊക്കെ പണി കിട്ടാണ്ടി പോകുന്നത്. നടുവിന് പണിയിട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ തീർന്നു. വേറെ ഏത് പാർട്സ് ആണെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ജീവിച്ചു, പക്ഷേ നടുവിന് പണിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ വെയിറ്റിലും പോകാണ്ട് പറ്റത്തില്ല. പിന്നെ അതേപോലെ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ വെയിറ്റ് പൊക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സാധാരണ ഈ ജിമ്മിലൊക്കെ ഒന്നും പോകാണ്ട് അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് പോകാണ്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് പൊക്കേണ്ട ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഗ്യാസ് മാറ്റി വെക്കാൻ വേണ്ടി വെയിറ്റ് പൊക്കുമായിരിക്കാം, അല്ലെങ്കിൽ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ അലമാരി സാധനമൊക്കെ പൊക്കാൻ വേണ്ടി വെയിറ്റ് ഇങ്ങനെ ജസ്റ്റ് വന്ന് പൊക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായി. അപ്പോൾ അങ്ങനെ വന്ന് വെയിറ്റ് പൊക്കിയിട്ട് അവരുടെ എന്തെങ്കിലും ആരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നടുവിന് പണിയിട്ട് കുറേ ആൾക്കാരുണ്ട്. നടുവിൽ ഡിസ്ക് തെറ്റി അല്ലെങ്കിൽ നടുവ് വിളിക്കുക കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ജീവിതം മൊത്തം ഇത് തെറ്റിക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ വെയിറ്റ് നിങ്ങൾ പൊക്കുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ജിമ്മിലേക്ക് ഒന്നും പോയിട്ടില്ലെങ്കിൽ വെയിറ്റ് പൊക്കാണ്ടിരിക്കാണ്ട് പോവുക. കാരണം താഴത്തുനിന്നൊരു വെയിറ്റ് നമ്മൾ ഹെവി വെയിറ്റ് പൊക്കുമ്പോഴത്തേക്കും നടുവിങ്ങനെ ഈ പോലെ ഇങ്ങനെ നടുവിൻ്റെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടുവിൽ പണി കിട്ടും. എപ്പോഴും നടുവ് ഇതേപോലെ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മളുടെ മുട്ട് ഫുൾ ബെൻഡ് ചെയ്യുക. മുട്ട് ഫുൾ ബെൻഡ് ചെയ്ത് താഴത്ത് ഇങ്ങനെ കുത്തിയിരുന്ന് നടുവ് നിവർത്തി വെച്ചിട്ടാണ് പൊക്കാനായിട്ട്. നമ്മൾ കാലിങ്ങനെ കുത്തിയിരിക്കൂലേ, അതേപോലെ വെച്ച് ഇരിക്കാനായിട്ട്. കാല് കുത്തി ഇരിക്കണമെന്നില്ല, മുട്ട എന്തായാലും കുറച്ച് നമുക്ക് അത്യാവശ്യം ബെൻഡാണല്ലോ. നമ്മൾ നടുവ് മാത്രം ഇങ്ങനെ വളച്ചിട്ട് മുട്ടൊന്നും വളക്കാണ്ട് നടുവ് മാത്രം വളച്ചിട്ടാണ് നിങ്ങൾ വെയിറ്റ് പൊക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടുവിന് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതേപോലുള്ള ഹെവി വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യുന്ന മണ്ടത്തരങ്ങൾക്കൊന്നും ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അത്രയും മാത്രമേ പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇത്രയും വെയിറ്റ് പൊക്കുന്നതിനോടുള്ള യോജിപ്പാണോ അല്ലെങ്കിൽ ഇത്രയും വെയിറ്റ് പൊക്കേണ്ടെന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.